വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അമേരിക്കയിൽ വന്നിട്ട് ഒഫീഷ്യലി 1 month ആയി ഗൈസ്. ഞാനിപ്പോൾ പാർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വൃത്തികെട്ട ജീവികളൊക്കെ അലിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഞാനല്ല, ഇനു ക്രിക്കറ്റ് അലിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഐ ആം സ്റ്റിൽ അൺഎംപ്ലോയിഡ് ഗൈസ്. യാ, ഞാൻ ജോലിയൊക്കെ തേണ്ടുന്നുണ്ട്, പക്ഷെ ആരും എനിക്കിതുവരെ ജോലി തന്നില്ല ഗൈസ്. സോ ഐ ആം സ്റ്റിൽ അൺഎംപ്ലോയിഡ്. അങ്ങനെ വീടിനകത്തിൻ്റെ കുത്തിയിരിക്കുമ്പോഴത്തേക്ക് വട്ടാകും. സോ അടുത്തുള്ള പാർക്കിൽ വരും, ഇങ്ങനെ നടക്കും. ആ പെണ്ണെന്തിനാ ഓടുന്നു? ഹലോ, പെണ്ണെന്തിനാ ഓടുന്നു? ആ പെണ്ണിൻ്റെ കൂട്ടുകാരെടുത്തോട്ട് എഴുതാൻ ഗൈസ്. ഐ തോട്ട് ഇവിടെ ഒരു ലേക്ക് ഉണ്ട് ഗൈസ്. ഞാൻ ഒത്തിരി അതെങ്ങാൻ ചാടിച്ചാകാൻ പോവാണ്. ചുമ്മാതാണ് ഗൈസ്, ആ ലേക്കിൽ ചാടിച്ചാകാൻ പറ്റില്ല. ഇനി ഇത്ര മഴവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെന്താ, ആകെ അത്ര നടത്തിലുള്ള ഗൈസ്. 1 മാസം എന്ന് പറഞ്ഞാലും ഇതാണ് ജീവിതം. ആടുജീവിതം, നോട്ട് ആടുജീവിതം, ബട്ട് ജീവിതം, ജ്യോതിഷ് ജീവിതം. ഈ വോക്ക് ഇൻ ദ പാർക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിനകത്ത് ആ ഫ്രേസിൻ്റെ അർത്ഥം ശരിക്കും വളരെ എളുപ്പമാണ് എന്നാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ വോക്ക് ഇൻ ദ പാർക്ക് എന്ന് പറയുമ്പോൾ ഏത് നേരത്തുള്ള വോക്ക് ഇൻ ദ പാർക്കാണെന്ന് സ്പെസിഫൈ ചെയ്യേണ്ടി വരും. കാരണം നട്ടുച്ചയ്ക്കാണ് വോക്ക് ഇൻ ദ പാർക്ക് ചെയ്യുന്നതെങ്കിൽ കരിഞ്ഞു പോകും ഗൈസ്. വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ ദുർഘടമായ പരിപാടിയായിരിക്കും വോക്ക് ഇൻ ദ പാർക്ക് എന്ന് പറയുന്നത്. ബട്ട് ഏർലി മോർണിംഗ് ഓർ വെയിലൊക്കെ ഇങ്ങനെ കുറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ വോക്ക് ഇൻ ദ പാർക്ക് എന്ന് പറയുന്നത് ഓക്കെ, അഡ്ജസ്റ്റബിൾ. എന്ന് പറഞ്ഞാൽ നടക്കുക എന്ന് പറയുന്നത് ഒരു വളരെയധികം എനർജി വേണ്ടിയ ഒരു കാര്യമാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വോക്ക് ഇൻ ദ പാർക്ക് എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമായിട്ട് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത് എന്നെനിക്കറിയത്തില്ല. ഇംഗ്ലീഷ് ഗുരുക്കൾ അതിനൊരു എക്സ്പ്ലനേഷൻ തരേണ്ടതാണ്. കുറച്ചധികം ക്യാമറ കൂലിംഗ് വന്നിട്ടല്ലേ. ഐ ആം ജസ്റ്റ് സോറി ഗൈസ്, ബട്ട് ഇൻ ദിസ് കേസ് ഐ എം നോട്ട് റിയലി, എന്താ പറയുക, എനിക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ വ്യൂ ഒക്കെ കാണിക്കാം ഗൈസ്, കുറേയൊക്കെ നോക്കൂ ഗൈസ്. ഈ പാർക്കിൽ ഇവിടെ ലേക്കുണ്ട് ഗൈസ്. ആ ലേക്കിന് നടുക്കൊരു ഫൗണ്ടൻ ഉണ്ട്. ഈ ലേക്കിൽ ശരിക്കും ഈ പാർക്കിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, ഈ പാർക്കിലൂടെ നടക്കുമ്പോഴത്തേക്ക് നല്ല മരത്തിൻ്റെ ഒക്കെ മണം വരും. ഐ മീൻ മര കഷ്ണങ്ങൾ. ഐ തോട്ട് ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് അത് ആക്ച്വലി എന്താ പറയുക, ഏതെങ്കിലും ഒരു സ്പെസിഫിക് മരത്തിൻ്റെ മണമൊക്കെ ആയിരിക്കുന്നു. ബട്ട് ദെൻ ഐ റിയലൈസ് ദാറ്റ് ഇവിടെ പാർക്കിൽ ആക്ച്വലി കുറേ മറ്റേ ഇതുണ്ടല്ലോ, അറക്കപ്പൊടി, ആ സാധനം അവരിടും ഗൈസ്. അതിൻ്റെ ആയിരുന്നു മണം. പക്ഷെ നല്ല മണമാണ് ഗൈസ്, കൊള്ളാം. ഈ അമേരിക്കയൊക്കെ കൊണ്ടുവരുന്ന ബുക്കൊക്കെ ഇല്ലേ, അതിനൊരു മണമില്ലേ? ഏകദേശം ആ മണമാണ് ഗൈസ്. ഞാനിങ്ങനെ ഗത്യന്തരം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പാർക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി ദാറ്റ്സ് ദി അപ്ഡേറ്റ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 റൗണ്ടേ നടന്നോളെ. അത്യാവശ്യം ഈ പാർക്കിൽ നടക്കാനാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള പാർക്കായിട്ട് തോന്നും. സോ ഞാൻ 2 റൗണ്ട് നടന്നേ ഉള്ളൂ, അപ്പോഴത്തേക്കും 1/2 മണിക്കൂറായി. ഇരുട്ടാനൊക്കെ തുടങ്ങി കേട്ടോ. ഇതാണ് ഈ പാർക്കിൻ്റെ പ്രത്യേകതയല്ല. അയ്യോ, ഓപ്പോസിറ്റ് ആൾക്കാർ വരുന്നു. സോ ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ. ഇത്ര ഉള്ളു ഗൈസ്. ഞാൻ ഉടനെ നടക്കുന്നത് നിർത്തും. ബൈ.